തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ യോഗത്തിന് ശേഷം അറിയാനാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും അനന്തു VS ചേരുന്നുണ്ട്. അനന്തു, കേൾക്കാമോ? കേൾക്കാം. അനന്തു, യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാവും യോഗത്തിൽ ചർച്ചയാവുക? സൈമ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് മീറ്റിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ യോഗമുണ്ടായിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ യോഗം പൂർത്തിയാക്കിയതിനു ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രധാനമായും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം തന്നെയാണ് ഇതിൽ ചർച്ചയാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഒരു നടപടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന B. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു നടപടി ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണ വിവാദത്തിൽ എടുത്തിട്ടുണ്ട്. ഈ തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തെല്ലാം തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് എന്നുള്ള ഒരു ബ്രീഫിംഗ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഈ 22-ാം തീയതി രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനമുണ്ട്. അതെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ എന്തായാലും യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ബോർഡ് അംഗങ്ങൾ പുറത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നതിലടക്കം തീരുമാനം അല്ലെങ്കിൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുക. സൈം, ശരിയാണ്. യോഗം ചേർന്ന് പിരിഞ്ഞ ശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി അനന്തുവിലേക്ക് വീണ്ടും എത്താം.